ഹലോ, ഇങ്ങനൊരു വീഡിയോ നിങ്ങൾ പ്രതീക്ഷിച്ച് കാണില്ലല്ലേ? ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടോ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. സാധാരണ വീഡിയോസ് ചെയ്തിട്ട് ഞാൻ പിന്നെ വോയിസ് ഓവർ ചെയ്യുവാണ് ചെയ്യുന്നത്. യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇത്തിരി ഫിയറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. കൂട്ടത്തിലാണെങ്കിൽ പാടാൻ എല്ലാവർക്കും എളുപ്പമാണ്, തന്നെ ചെയ്യുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാണല്ലേ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഓരോ വീഡിയോസ് ആണെങ്കിലും എത്ര ടേക്ക് എടുത്തിട്ടാണ് ചെയ്യുന്നതെന്ന് അറിയാമോ? നല്ല എഫേർട്ടുണ്ട്. പിന്നെ വലിയ കാര്യമായിട്ട് എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ലാത്തതുകൊണ്ട് അതിൻ്റെതായ പോരായ്മകളുണ്ടെന്ന് അറിയുകയും ചെയ്യാം കേട്ടോ. പിന്നെ നമ്മളെ ആരും എല്ലാം പഠിപ്പിച്ചിട്ടൊന്നും അല്ലല്ലോ നമ്മൾ ഇപ്പം ലൈഫിലേക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതും ഓരോന്ന് കാര്യങ്ങളൊക്കെ സക്സസ് ആവുന്നതും ഒക്കെ. അതുകൊണ്ട് ഓർത്തു എനിക്ക് പറ്റുന്ന രീതിയിൽ എൻ്റെ യൂട്യൂബ് ചാനൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കാതെ പറയുമ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു പോകും കേട്ടോ. വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുന്നില്ല. ഇന്നത്തെ വീഡിയോസ് എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം ഇന്നലെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ വന്നിട്ടുള്ള ഒരു കമൻറ്റാണ്, എൻ്റെ മാല ഇഷ്ടപ്പെട്ടു, ഒന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഓർത്തു എന്നാൽ അതൊരു കണ്ടന്റ് അല്ലേ, ചെയ്താലോ എന്ന്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ വീഡിയോസിൻ്റെ വ്യൂസും അതുപോലെ സബ്സ്ക്രൈബേഴ്സും ഒക്കെയാണ് കേട്ടോ നമ്മുടെ അസറ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അവരെ വിഷമിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ക്ലാസ്സിൽ പോകാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണ്, കുറച്ച് ടൈമേ ഉള്ളൂ. അപ്പോൾ ആ ടൈമിനുള്ളിൽ വേണം ടേക്കൊക്കെ എടുത്തൊന്ന് സെറ്റാക്കാൻ. അപ്പം എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഇതാണ് ഞാൻ കറൻറ്റ്ലി യൂസ് ചെയ്യുന്ന താലി ചെയിന്. ഫസ്റ്റ് ടൈം എനിക്ക് ബോക്സ് ചെയിൻ ആയിരുന്നു. അപ്പം കുഞ്ഞുണ്ടായ ടൈമാണെങ്കിൽ പോലുമേ അവൾ എണീക്കാനൊക്കെ തുടങ്ങിയപ്പം നമ്മൾ കുളിപ്പിച്ചിട്ടൊക്കെ കൊണ്ടുവന്ന് നിർത്തുമ്പം ഇങ്ങനെ നമ്മുടെ മാലയിൽ പിടിച്ച പിള്ളേർ ആദ്യമേ ബാലൻസ് ചെയ്യുന്നത്. അങ്ങനെ ബാലൻസ് ചെയ്ത് ഈ മാലയുടെ ഇവിടുത്തെ ഈ കുഴയുണ്ടല്ലോ, ഇവിടെ നിന്നൊരു ചെറിയൊരു സ്ക്രാച്ച് ഉണ്ടായി കേട്ടോ. അതൊരു 3 പവനുള്ളിൽ വരുന്ന മാലയായിരുന്നു കേട്ടോ. പക്ഷേ സ്ക്രാച്ച് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, എപ്പോൾ വേണേലും പൊട്ടിപ്പോവാമല്ലോ. ഇന്നത്തെ ഗോൾഡ് റേറ്റ് ഒക്കെ അറിയാമല്ലോ, നമ്മളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, സാധാരണക്കാരല്ലേ. അതുകൊണ്ട് ഞാൻ ചെയിൻ മാറ്റി. ഇത് ഒരു 1.5 പവനുള്ളിൽ വരുന്ന മാലയാണ് കേട്ടോ. ഇതെടുത്തിട്ട് ഞാനൊരു 6-7 മാസമായിട്ടേ ഉള്ളൂ. ഈ മാലയുടെ ഈ മുത്ത് കണ്ട്, ഇതാണ് ഹൈലൈറ്റ്. ഇത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഇതിൻ്റെ സെൻറ്ററിലെ മുത്ത് ഒരു സിൽവർ കളർ ഷെയ്ഡാണ്, ഇപ്പറേ 2 ഗോൾഡ് കളർ ഷെയ്ഡ്. ഈ മുത്ത് ഇങ്ങനെ മൂവ് ആവത്തില്ല കേട്ടോ, പക്ഷേ ഇതിങ്ങനെ കറങ്ങുവേ. ഇതൊരു ഗിയർ ലോക്ക് പോലത്തെ ഒരു സംഭവം ഇട്ട് അവർ ലോക്ക് ചെയ്തിട്ടുണ്ട്. അവരെടുത്തപ്പോൾ ഇത് വൈറ്റ് ഗോൾഡ് ആണെന്നാണ് പറഞ്ഞത്, പക്ഷേ ഫേഡ് ആവാൻ സാധ്യതയുണ്ട്. കാരണം ഞാൻ പറയാൻ കാരണം ഇത് ഞാൻ എൻ്റെ കുഞ്ഞുണ്ടായിട്ട് 28ൻ്റെ ടൈം ഞാൻ എടുത്ത കൊലുസായിരുന്നു കേട്ടോ. ഈ കൊലുസ് ഇത് കണ്ടോ, ഗോൾഡ് സിൽവർ അങ്ങനെ കളറിലാണ് മുത്ത് പോയേക്കുന്നത്. ഇത് വൈറ്റ് ഗോൾഡാണെന്നാണ് അവർ പറഞ്ഞത്. വീഡിയോയിൽ ക്ലിയർ ആവുന്നുണ്ടോ? പക്ഷേ ഈ കളർ കണ്ടോ, ഫെയ്ഡ് ആയിട്ടില്ലേ. ഇത് ഗോൾഡ് മുത്ത്, ഇതൊരു സിൽവർ മുത്ത്, ഇതൊരു ഗോൾഡ് മുത്ത്, ഇതൊരു സിൽവർ മുത്ത്. പക്ഷേ ഇത് അത്യാവശ്യം ഇട്ട് വാഷ് ഔട്ടൊക്കെ ചെയ്യുന്നതനുസരിച്ച് ഇത് നന്നായിട്ട് ഫെയ്ഡ് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വൈറ്റ് ഗോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നന്നായിട്ട് ഫെയ്ഡ് ആവും. പിന്നെ എനിക്കൊരു റിങ് ഉണ്ടായിരുന്നു, ആ റിങ്ങിലും നന്നായിട്ട് ഫെയ്ഡ് ആയിട്ടുണ്ടായിരുന്നു. ഡെയിലി യൂസ് ചെയ്യുമ്പോഴത്തേനും നല്ല രീതിയിൽ ഫെയ്ഡ് ആവും കേട്ടോ. അപ്പം ഇത് ഫെയ്ഡ് ആകുമായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്നത് കൊണ്ട് അറിയത്തില്ല. 6-7 മാസമായിട്ട് ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ താലി ഇങ്ങനെ ചെറിയൊരു താലിയാണ്, അതുകൊണ്ട് എല്ലാ മാലയിലും നമുക്ക് ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ചെറിയ വെയിറ്റ് കുറഞ്ഞ മാലയിലും അതുപോലെ വെയിറ്റുള്ള മാലയിലാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇതൊരു ബെനിഫിറ്റാണ് കേട്ടോ. എനിക്ക് ഇഷ്ടമുണ്ടല്ലോ. അപ്പം ഞാൻ മാല മാറിയൊക്കെ ഇടും. ഇപ്പം ഇതെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ മാല മാറി ഇടാറില്ല, കാരണം എനിക്കിത് ഇഷ്ടമാണേ. ഇനിയിപ്പോൾ നമുക്ക് ഓരോ ട്രെൻഡ് വരുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ മാറുമല്ലോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം കേട്ടോ. അപ്പോൾ ടൈം പോയേ, ബൈ.